So, audio ഒക്കെ ക്ലിയർ ആണ്, ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പുതിയ ടോപ്പിക്കാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മളുടെ UGC നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് ആ ഒരു പാറ്റേണിൽ ആക്ച്വലി ഒരു ചേഞ്ച് കഴിഞ്ഞ ഒരു 2020 എക്സാം വന്നപ്പോൾ ഒരു ചെറിയ ചേഞ്ച് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിൽ നിന്നും അതേപോലെ ഇന്ത്യൻ ലോജിക്കിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷനിൽ ഇന്ത്യൻ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ചില ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഏരിയയും നമ്മളെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഹയർ എഡ്യൂക്കേഷന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക് കിടപ്പുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. ആ ഒരു ഏരിയ കാണുമ്പോൾ ഇന്ത്യൻ ലോജിക്കുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ഡൗട്ട് തോന്നും. ഇത് രണ്ടും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒന്നുകൂടി ഞാൻ പറയുന്നു, നമ്മളുടെ നെറ്റ് പേപ്പർ 1-ൽ 10 ടോപ്പിക്കുകളാണുള്ളത്. ഈ 10 ടോപ്പിക്കുകളിൽ 2018 ശേഷം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റെലവൻസ് വരുന്ന ഏരിയ അല്ലെങ്കിൽ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യൻ ലോജിക്ക് തന്നെയാണ്. ഇന്ത്യൻ ലോജിക്ക് എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൽ മുമ്പ് ചോദിച്ചിരുന്ന പോലെ 5 ക്വസ്റ്റ്യൻസ് അല്ല, അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ ലോജിക്ക് സിഗ്നിഫിക്കന്റ് ആകുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ റെലവൻസ് വരുന്ന ഏരിയയാണ് ഏൻഷ്യൻ ലേണിംഗ് സിസ്റ്റം, അതേപോലെ ഓറിയന്റൽ ലേണിംഗ് തുടങ്ങിയിട്ടുള്ള ഏരിയാസിന് വളരെയധികം റെലവൻസ് വരുവാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഇന്ത്യൻ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായിട്ട് ലേണിംഗ് എങ്ങനെ ഇവോൾവ് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ഏരിയാസ് ആണ്. അവിടെയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചെറിയ സിലബസിൽ, അതായത് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കുവാണെങ്കിൽ വെറും 6 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഇറ്റ് ഇൻക്ലൂഡ്സ് ഫസ്റ്റ് വൺ സിലബസ് നോക്കുവാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. രണ്ടാമതായിട്ട് ഇവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യ. തേർഡ്, ഓറിയന്റൽ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. Professional, technical and skill-based education, value education and environmental education, policies, governance and administration. ഇത്രയും ഏരിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ 6ാമത്തെ പോയിന്റിൽ പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിരം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ദെൻ വാല്യൂ എഡ്യൂക്കേഷനിൽ നിന്നും ചില ജനറൽ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. വാല്യൂ എഡ്യൂക്കേഷനിൽ നിന്നും നോർമലി 50ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാല്യൂ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആകാറുണ്ട്. ദെൻ ഓറിയന്റൽ കൺവെൻഷൻ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഏരിയ, അത് ഗവേണൻസുമായിട്ട് കണക്ട് ചെയ്താണ് കൂടുതൽ വരാറ്. പിന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കഴിഞ്ഞൊരു എക്സാമുമായിട്ട് അല്ലെങ്കിൽ അതിന് തൊട്ടുമുമ്പത്തെ എക്സാമുമായിട്ട് നോക്കുമ്പോൾ മാത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് വന്നിട്ടുള്ളത്. ഏൻഷ്യൻ ടൈംസിലെ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൂടുതൽ റെലവൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ സിലബസ് ആണെന്ന് തോന്നുമെങ്കിലും ഏരിയാസ് വളരെ ബ്രോഡാണ്. ഒരുപാട് ഏരിയ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സബ്ജക്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCQസിലൂടെ ആയിരിക്കും. ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും കണക്ട് ചെയ്തു വന്ന് എക്സ്പ്ലെയിൻ ചെയ്തായിരിക്കും ആ ഒരു ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ 2 സബ്ജക്ട്സ് ആണ് നമ്മൾ ഇതേ വേയിൽ കവർ ചെയ്യുന്നത്. 1, 2 അല്ല 3 സബ്ജക്ട്സ്. ഒരെണ്ണം നമുക്ക് അല്ലാതെ കവർ ചെയ്യാൻ പറ്റും. എന്നാലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 2 സബ്ജക്റ്റ് ആണ്. ഒന്ന് ICT, 2 ഇത് ICTയും ഹയർ എഡ്യൂക്കേഷനുമാണ് നമ്മൾ MCQs വഴി കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹയർ എഡ്യൂക്കേഷൻ, സ്ട്രേറ്റ് അവേ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഈ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് കണക്റ്റഡ് ഏരിയാസ് എല്ലാം ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട റെലവൻറ്റ് നോട്ട്സ് എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് കൂടാതെ എന്റെ PPT ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും ഗ്രൂപ്പിൽ. അത് കൂടാതെ അഡീഷണൽ നോട്ട്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ലോഞ്ച്ഡ് ഇൻ 2013 വിത്ത് ദി പർപ്പസ് ടു പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിംഗ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്
സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? സോ അവിടെ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, സർവ ശിക്ഷ അഭിയാൻ, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഇപ്പോൾ സെറ്റ് എക്സാമിനായാലും നെറ്റ് എക്സാമിനായാലും കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിൽ 2 തവണയെങ്കിലും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്തിനു വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യന് തന്നെ കിടപ്പുണ്ട്. വിച്ച് ദി പർപ്പസ് ഈസ് ടു പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ടു എലിജിബിൾ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഹയർ എഡ്യൂക്കേഷൻ ആണ്. സോ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമാണ്. അല്ലെങ്കിൽ യു ക്യാൻ സേ ഇറ്റ്സ് എ പ്രോഗ്രാം ലോഞ്ച്ഡ് ഇൻ 2013 ഇൻ ഓർഡർ ടു പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ഈ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി. അപ്പോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത പ്രോഗ്രാമാണ് റൂസ, അല്ലെങ്കിൽ യു ക്യാൻ സേ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ഇൻ ഡീറ്റെയിൽ. ഗവൺമെന്റിന്റെ ഡിഫറെന്റ് സ്കീംസ്, ഈ ഓരോ സ്കീംസും ഹയർ എഡ്യൂക്കേഷനുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഇതിൽ നിന്നും നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ആദ്യം നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ സെയിം സ്കീം, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ, ഓൾസോ കോൾഡ് റുസ. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ വാസ് ലോഞ്ച്ഡ് ഇൻ 2013 with the purpose of providing strategic funding to the eligible higher education institutions. So the basic thing അതാണ്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക. ദാറ്റ് വിൽ ബി ഇനഫ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത്. കൂടാതെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുകയാണെങ്കിൽ, to improve the quality of state institutions by ensuring conformity to laid norms and standards. സ്റ്റേറ്റ് ലെവലിൽ വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യുക, അതിനു വേണ്ടി കൃത്യമായിട്ടുള്ള നോംസും സ്റ്റാൻഡേർഡ്സും ക്രിയേറ്റ് ചെയ്ത് അതനുസരിച്ച് അവർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. അതാണ് റുസയുടെ ആദ്യത്തെ ടാർഗറ്റ്. രണ്ടാമതായിട്ട് ടു അഡോപ്റ്റ് അക്രഡിറ്റേഷൻ ആസ് എ ക്വാളിറ്റി അഷുറൻസ് ഫ്രെയിംവർക്ക്. ഇപ്പോ AICTC പ്രൊവൈഡ് ചെയ്യുന്ന പോലെയുള്ള അക്രഡിറ്റേഷൻസ് കോളേജുകൾക്ക് ക്വാളിറ്റി അഷ്യൂർ ചെയ്യാനുള്ള അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇറ്റ് എയിംസ് ടു പ്രൊവൈഡ് ഈക്വൽ ഡെവലപ്മെന്റ് ടു ഓൾ ഹയർ institutions and to rectify the weakness and loopholes in the higher education system. നമ്മളുടെ ഇപ്പോൾ ഇന്ത്യയിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പോരായ്മകൾ നികത്തിക്കൊണ്ട് ഒരു അക്രഡിറ്റേഷൻ ബേസ് ആക്കി ക്രിയേറ്റ് ചെയ്യുക. എല്ലാ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും ഒരേ രീതിയിലുള്ള ഡെവലപ്മെന്റ് അഷ്യൂർ ചെയ്യാൻ വേണ്ടി ഈ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യും. ഓർഗനൈസേഷൻ ഓർ ദിസ് പ്രോഗ്രാം, ഈ പ്രോഗ്രാം അത് രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ടു ക്രിയേറ്റ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ അപ്ഗ്രേഡിംഗ് ദി എക്സിസ്റ്റിംഗ് ഓട്ടോണമസ് കോളേജസ്. നിലവിലുള്ള ഓട്ടോണമസ് കോളേജസിനെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ പുതിയ കോളേജുകൾ പ്രൊമോട്ട് ചെയ്യാനും പുതിയ കോളേജുകളാക്കി മാറ്റാനുമുള്ള പ്രവൃത്തികൾ ചെയ്യുക. സോ ദിസ് ആർ ദി പർപ്പസ്, ദിസ് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് റുസ. ഇസ് ഇറ്റ് ക്ലിയർ? രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ 2013 സ്റ്റാർട്ട് ചെയ്യുന്നു. പർപ്പസ് സ്ട്രാറ്റജിക് ഫണ്ടിങ് ആണ്. സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടി സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക. ഈ സ്ട്രാറ്റജിക് ഫണ്ടിങ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ഉയർത്തുക, ദെൻ ഒരു ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ആയിട്ട് വർക്ക് ചെയ്യുക, അത് കൂടാതെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അപ്ഗ്രേഡ് ചെയ്യുക, നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്തുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാന്റെ ബേസിക് എയിംസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളാം. നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. നെക്സ്റ്റ് സ്കീം, ദി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, NIRF, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. The National Institutional Ranking Framework has been accepted by Ministry of Human Resource Development and launched on 29th September 2015. It is used to rank institutions of higher education in different categories and domains of knowledge. So, ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് റാങ്ക് ചെയ്യാൻ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് റാങ്ക് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഗ്രാം. സോ അതിനുവേണ്ടി പല ഡൊമൈൻസിൽ, അതായത് ടീച്ചിങ്, ലേണിംഗ് ആൻഡ് റിസോഴ്സസ്, അതിന്റെ ക്വാളിറ്റി വെച്ച് റാങ്ക് ചെയ്യുന്നു. അതേപോലെ റിസർച്ച് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസസ്, ദെൻ ഗ്രാജുവേഷൻ ഔട്ട്കംസ്, ഔട്ട്റീച്ച് ആൻഡ് ഇൻക്ലൂസിവിറ്റി,
then peer participation. Like this, ഇങ്ങനെയുള്ള പല പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും റാങ്കിങ് നടത്തുന്നത്. സോ റുസ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടി ക്രിയേറ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ റാങ്ക് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയാണ് ഈ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. സോ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ, രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. സോ എന്തിനു വേണ്ടി റാങ്കിംഗ് യൂസ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഐ മീൻ ഒരു കാഷ്വൽ ക്വസ്റ്റ്യൻ എന്ന് തന്നെ പറയാം. റാങ്കിങ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഇൻസ്റ്റിറ്റ്യൂഷനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി, അവരെ ഗ്രോത്തിന് വേണ്ടി വർക്ക് ചെയ്യിപ്പിക്കുക, അതിനുവേണ്ടി എൻകറേജ് ചെയ്യിപ്പിക്കുക. അതുകൂടാതെ ദീസ് റാങ്കിങ്സ് മേ അട്രാക്ട് ഫോറിൻ സ്റ്റുഡൻസ്, പുറത്തുനിന്ന് സ്റ്റുഡൻസ് ഇന്ത്യയിൽ വന്ന് പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം. അങ്ങനെ സ്റ്റഡി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ഫൈനലി ഈ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൂടി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് സ്കീമിൽ, ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഹൈ പെർഫോമിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് എമിനൻസ് ആക്കി മാറ്റുക. അങ്ങനെ ഇന്ത്യയിൽ വളരെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ വലിയ അച്ചീവ്മെന്റ്സ് നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമായിരിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് പട്ടം കൊടുക്കുന്നത്, റാങ്ക് പോലെയാണ്. അതിന്റെ ഭാഗമാക്കി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഉയർത്തിക്കൊണ്ടുവരിക. ഇതൊക്കെയാണ് NIRFന്റെ ബേസിക് എയിംസ്. സോ NIRF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കിയാൽ മതി. NIRFന്റെ ഫുൾ ഫോം അറിയണം, ദെൻ റാങ്കിങ് സിസ്റ്റം ആണെന്നുള്ളത് ഓർക്കുക. നെക്സ്റ്റ്, ഇംപ്രിന്റ്. Imprint means impacting research innovation in technology. Impacting research innovation and technology. അതാണ് ഇംപ്രിന്റോട് ഉദ്ദേശിക്കുന്നത്. Is a first of its kind pan IIT IISc joint initiative to develop new education policy and a roadmap for research to solve major engineering and technology challenges that India must address and champion to enable, empower and embolden the nation for inclusive growth and self-reliance. So basically ഇംപ്രിന്റ് എന്ന് പറയുന്നത് IITയും IIScയും ചേർന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ജോയിന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്മെന്റൽ ഫ്രെയിംവർക്കാണ്. അവരൊരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള രീതിയിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. ബേസിക് പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഡെവലപ്മെന്റൽ എഞ്ചിനീയറിംഗ് ഏരിയയും ടെക്നോളജി ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള ചലഞ്ചസ് നോക്കുക, ആ ചലഞ്ചസ് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രപ്പോസൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രിന്റോട് ഉദ്ദേശിക്കുന്നത്. ഇംപ്രിന്റിന്റെ ഫുൾ ഫോം മാത്രം ഓർത്തേക്കുക. ആൻഡ് ഇതൊരു IIT IISc പ്രോഗ്രാം ആണെന്ന് ഓർക്കണം. ഇത് രണ്ടുമാണ് നമുക്ക് ഇവിടെ റെലവെന്റ് ആയിട്ടുള്ളത്. ഇംപ്രിന്റിന്റെ ഫുൾ ഫോം ഇമ്പാക്ടിംഗ് റിസർച്ച് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി. Okay. Next is Uchchadar Avishkar Yojana. Uchchadar Avishkar Yojana. Uchchadar Avishkar Yojana was announced on October 6, 2015 with a view to promote innovation of a higher order and that directly impacts the needs of the industry and thereby improves competitive edge of Indian manufacturing. So basically UAY, ഉച്ചതർ ആവിഷ്കാർ യോജന എന്ന് പറയുന്ന സ്കീം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാന റീസൺ ഇതാണ്. ഇന്നോവേഷൻ പ്രൊമോട്ട് ചെയ്യുക, പുതിയ ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുക. ആ ഇന്നോവേഷൻ എന്ന് പറയുന്നത് ചെറുകിട അല്ല, ഒരു ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇന്നോവേഷൻസ് ബൂസ്റ്റ് ചെയ്യാനും അതിന് വേണ്ട സപ്പോർട്ട് കൊടുക്കാനും വേണ്ടിയാണ് ഉച്ചതർ ആവിഷ്കാർ യോജന ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദി സ്കീം focuses on viable industry academic collaboration where industry shares a part of cost research. സോ ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസിന് വേണ്ടി നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക, ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇന്നോവേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാനും അതിനെപ്പറ്റി അത്തരത്തിലുള്ള പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും വേണ്ടി there is a cost involved, right? എക്സ്പെൻസ് വരുന്നുണ്ട്, ഹ്യൂജ് കോസ്റ്റ് വരുന്നുണ്ട്. ഈ ഹ്യൂജ് കോസ്റ്റ് മൊത്തം ഗവൺമെന്റ് ആയിട്ട് വഹിക്കാതെ ഗവൺമെന്റും അതേപോലെ ഇൻഡസ്ട്രിയും, അതായത് അക്കാഡമി ആൻഡ് ഇൻഡസ്ട്രി, അക്കാഡമി മീൻസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അലോങ് വിത്ത് ഇൻഡസ്ട്രി, ഇവർ തമ്മിലൊരു ടൈപ്പിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കുറച്ച് ഫണ്ടിങ് ഇൻഡസ്ട്രിയുടെ സപ്പോർട്ടോടുകൂടി കണ്ടെത്താനുള്ള ശ്രമമാണ് UAY കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇൻഡസ്ട്രിയിലെ കൊളാബറേഷനോടുകൂടി, ഇൻഡസ്ട്രി അക്കാഡമിക് കൊളാബറേഷനോടുകൂടി റിസർച്ചുമായി ബന്ധപ്പെട്ട കുറച്ച് കോസ്റ്റുകൾ അവർ മീറ്റ് ചെയ്യും. സോ ദാറ്റ് രണ്ട് പാർട്ടിക്കും ബെനിഫിറ്റഡ് ആവുന്ന രീതിയിൽ ഒരു എഗ്രിമെന്റ്.
ഇതാണ് ഉച്ചതർ ആവിഷ്കാർ യോജന സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതുവരെ നമ്മൾ പറഞ്ഞ സ്കീംസ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ എന്തിനു വേണ്ടിയാന്ന് ഓർക്കുക. രണ്ടാമതായിട്ട് പറഞ്ഞത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക്. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇംപ്രിന്റ് ആണ്. ആൻഡ് ഫൈനലി ഉച്ചതർ ആവിഷ്കാർ യോജന. 4 സ്കീമുകളും വ്യക്തമാണോ? എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയും. Okay, let's move on. Next, Global Initiative for Academic Networks, GAN. Global Initiative for Academic Network. Normally UGC net level ഒരു common question ആണ്. Exact, അതായത് GAN means എന്നൊരു അതിനുശേഷം 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും. ആ ഒരു അതിന്റെ യഥാർത്ഥ ആ ഫുൾ ഫോം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് സ്ഥിരമായിട്ട് കാണാറുണ്ട്. സ്വയം സ്കീമാണ് എപ്പോഴും വരുന്നത്. സ്വയം, ഗ്യാൻ പോലുള്ള സ്കീമുകളുടെ ഫുൾ ഫോം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ഗ്യാൻ മീൻസ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ അക്കാഡമിക് നെറ്റ്വർക്ക്സ്. സോ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് ഈസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ 2015. എല്ലാ പ്രോഗ്രാംസും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ പ്രോഗ്രാംസും തന്നെ 2013-15 ടൈം പീരീഡിലാണ് വന്നിട്ടുള്ളത്. Then it is the program of Ministry of Human Resource Development. GANന്റെ basic aim. GAN aims at tapping the talent pool of scientists and entrepreneurs to engage with the institutes of higher education in India to augment the country's existing academic resources, accelerate the pace of quality reforms, and further strengthen India's scientific and technological capabilities. So GAN കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഫോർ അക്കാഡമിക് നെറ്റ്വർക്ക്. അക്കാഡമിക്കിന്റെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുക. ആ അക്കാഡമിക്കിന്റെ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സയന്റിസ്റ്റുകളെ, ലോകത്ത് പലയിടത്തായിട്ടുള്ള സയന്റിസ്റ്റുകളെയും ഓണ്ടർപ്രണേഴ്സിനെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി വർക്ക് ചെയ്യാനുള്ള റിസോഴ്സുകളാക്കി മാറ്റുക എന്നുള്ളതാണ് ബേസിക് എയിം. ഇവിടെ നോക്കിയാൽ അറിയാം, GAN എയിംസ് അറ്റ് ടാപ്പിംഗ് ദി ടാലന്റ് പൂൾ. ടാലന്റ് പൂൾ എന്ന് പറയുമ്പോൾ സയന്റിസ്റ്റ് ആകാം, നമ്മുടെ ഓണ്ടർപ്രണേഴ്സ് ആകാം. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ടാലന്റ് പൂൾസിനെ ഒരുമിച്ച് നിർത്തുക. അതുവഴി കൺട്രിയുടെ ഇപ്പോഴുള്ള അക്കാഡമിക് റിസോഴ്സസും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിലുള്ള ടാലന്റ് പൂൾ നമുക്ക് യൂസ് ചെയ്യാം. സോ റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടാൻ വേണ്ടി ഫോറിനിലുള്ള ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അവരുടെ ഒപ്പീനിയൻസ് കേൾക്കാൻ പറ്റും. സോ എക്സ്പെർട്സിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു നെറ്റ്വർക്ക്, അതാണ് GAN. So that was GAN. Next is സ്വയം. സ്വയം നമ്മളെ സംബന്ധിച്ച് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എത്രയും വീ കിടന്നോട്ടെ, സ്വയം എന്തായാലും വരും. അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു, അതിന് ഒരു തവണ വിട്ടിട്ട് അതിന് മുമ്പത്തെ തവണ ഉണ്ടായിരുന്നു. സോ നോർമലി എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സ്വയം. സോ വാട്ട് ഈസ് സ്വയം? സ്വയം മീൻസ്, സ്വയത്തിന്റെ ഫുൾ ഫോം എടുക്കുകയാണെങ്കിൽ സ്റ്റഡി വെബ്സ് ഫോർ ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പിരന്റ് മൈൻഡ്സ്. അതും ചോദിച്ചിട്ടുണ്ട്. സ്വയത്തിന്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റഡി വെബ്സ് ഫോർ ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. Then this program was launched in 2017 by Ministry of Human Resource Development to provide one integrated platform and a portal for online courses. നമുക്കിപ്പോൾ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ ചെയ്യാവുന്ന കുറെ കോഴ്സുകളുടെ കളക്ഷൻ ആണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യുന്നുണ്ടോ? സ്വയത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യണം. ഇപ്പോൾ ജാനുവരി 19 അടുത്ത സെറ്റ് ഓഫ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് ചെയ്യുക. സോ ഇത് ആക്ച്വലി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് IITസിന്റെയും ഇന്ത്യയിലുള്ള IITസിന്റെ IIMന്റെ ഒക്കെ സർട്ടിഫിക്കേഷൻ ആണ്. ഓക്കെ, അതിന് അവരായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് കോഴ്സുകൾ, 45 ദിവസത്തെ കോഴ്സുകൾ, അതേപോലെ 13 വീക്സ്, 12 വീക്സ്, അങ്ങനെ പല ഡ്യൂറേഷനിലുള്ള കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകൾ നമുക്ക് ചെയ്യാം. അതിന്റെ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, സർട്ടിഫിക്കേഷന് വേണ്ടി മാത്രമാണ് നമ്മളവിടെ ഫീ അടയ്ക്കേണ്ടത്. കോഴ്സ് ചെയ്യാൻ വേണ്ടി യാതൊരു ഫീയും ഇല്ല. അതായത് എക്സാം എഴുതണമെങ്കിൽ നമ്മൾ എക്സാം എഴുതി സർട്ടിഫിക്കേഷൻ മേടിക്കാൻ പറ്റുള്ളൂ. എക്സാമിന് വേണ്ടി ഒരു
നോമിനൽ ഫീ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതാണ് സ്വയത്തിന്റെ സ്പെഷ്യാലിറ്റി. ഇന്ത്യയിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ എത്തിക്കുക, എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് എത്തിക്കുക എന്നുള്ള എയിമോടുകൂടി ക്രിയേറ്റ് ചെയ്ത ഓൺലൈൻ പോർട്ടലാണ് സ്വയം. ഓക്കെ, സോ ദിസ് കവേഴ്സ് ഓൾ ഹയർ എഡ്യൂക്കേഷൻ സബ്ജക്ട്സ് ആൻഡ് സ്കിൽ സെക്ടർ കോഴ്സസ്. എല്ലാ സബ്ജക്റ്റിലും എല്ലാ കോഴ്സസിലും നമുക്കിവിടെ കോഴ്സസിൽ പ്രോഗ്രാംസ് അവർ തരുന്നുണ്ട്. നമുക്കതിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ കോഴ്സ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. The objective is to ensure that every student in the country has access to the best quality higher education at the affordable cost. ഏറ്റവും കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും ആക്സസ് കിട്ടുന്നുണ്ട്. ഏറ്റവും കുറഞ്ഞ ചെലവ് എന്ന് പറഞ്ഞാൽ കോഴ്സ് ഫ്രീ ആണ്, എക്സ്പെൻസ് വരുന്നത് ഫീ പേയ്മെന്റ് വരുന്നത് എക്സാമിനേഷന് വേണ്ടി മാത്രമാണ്. അത് 1000 രൂപയാണെന്ന് തോന്നുന്നു. അത്രയും മാത്രമാണ് അതിന്റെ ഫീ വരുന്നത്. സോ എല്ലാവരിലേക്കും ഈ കോഴ്സ് എത്തിക്കുക എന്നുള്ളതാണ് എയിം. Academicians from hundreds of institutions throughout the country are involved in developing and delivering massive open online courses through Swayam. MOOC എന്ന് പറഞ്ഞാൽ മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്. മൂക്കിന്റെ ഫുൾ ഫോം നേരത്തെ ചോദിച്ചിട്ടുണ്ട്. MOOC മീൻസ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. എല്ലാവർക്കും ഓൺലൈൻ കോഴ്സ് ചെയ്യാം, എല്ലാവർക്കും ഓപ്പൺ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സുകളാണ് ഇത്. സ്വയം എന്ന് പറയുന്നത് ഒരു MOOC ആണ്. ഓക്കെ, ഇതൊരു ഓൺലൈൻ കോഴ്സ് പ്ലാറ്റ്ഫോം ആണ്, കളക്ഷൻ ഓഫ് ഓൺലൈൻ കോഴ്സസ്. നമുക്ക് ഏത് വ്യക്തിക്ക് വേണമെങ്കിലും നമുക്ക് അതിൽ കയറി കോഴ്സസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ് തരുന്നത്. Then next scheme is സ്വയം പ്രഭ. സ്വയം വേറെയാണ്, സ്വയം പ്രഭ വേറെയാണ്. സ്വയം പ്രഭ is an initiative of Ministry of Human Resource Development to provide 32 high quality educational channels. അതിൽ ഇൻക്രീസ് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് 34 നൗ. ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണേ. സോ 32 ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ചാനൽ DTH വഴി 24/7 ബേസിൽ 32 എഡ്യൂക്കേഷണൽ ചാനൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്വയം പ്രഭ. ആ സ്കീമിനെയാണ് സ്വയം പ്രഭ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ കരിക്കുലം ബേസ്ഡ് കോഴ്സ് കണ്ടന്റ് കവറിംഗ് ഡൈവേഴ്സ് ഡിസിപ്ലിൻസ്. എല്ലാ കോഴ്സുകളിലും എല്ലാ ഡിസിപ്ലിനിലും കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് പ്രൈമർലി എയിംഡ് അറ്റ് മേക്കിംഗ് ക്വാളിറ്റി ലേണിംഗ് റിസോഴ്സസ് ആക്സസിബിൾ ടു റിമോട്ട് ഏരിയാസ് വെയർ ഇന്റർനെറ്റ് അവൈലബിലിറ്റി ഈസ് സ്റ്റിൽ എ ചാലഞ്ച്. ഇന്റർനെറ്റ് ഇപ്പോഴും എത്താത്ത സ്ഥലങ്ങളിൽ DTH വഴി ലേണിംഗ് എൻഷുർ ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് സ്വയം പ്രഭ വർക്ക് ചെയ്യുന്നത്. സോ ഈ DTH ചാനൽസ് എല്ലാം വർക്ക് ചെയ്യുന്നത് GSAT 15 സാറ്റലൈറ്റിന്റെ സപ്പോർട്ടോട് കൂടിയാണ്. ഇത്രയും പോയിന്റ്സ് ആണ് അവിടെ ഓർക്കേണ്ടത്. DTH ചാനൽസ് വർക്ക് ചെയ്യുന്നത് GSAT 15ന്റെ സപ്പോർട്ടോട് കൂടിയാണ്. ദെൻ അവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത് ക്വാളിറ്റി ലേണിംഗ് റിസോഴ്സസ് ഇന്റർനെറ്റ് അവൈലബിൾ അല്ലാത്ത ഏരിയാസിൽ എത്തിക്കുക. ആൻഡ് എന്താണ് സ്വയം പ്രഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 32 ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ചാനൽസ്. ആ 32 എന്നുള്ള നമ്പർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. കൂടുതൽ ചാനലുകൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ലെറ്റ്സ് മൂവ് ഓൺ. നെക്സ്റ്റ് is relating to University Grants Commission UGC. സോ UGC യെ പറ്റി കുറച്ച് കാര്യങ്ങൾ, ബിക്കോസ് UGC നമ്മളുടെ UGC തരുന്ന കോഴ്സാണ് നെറ്റ്, അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ആണ് നെറ്റ്. സോ UGC യെ പറ്റി നമ്മൾ അറിഞ്ഞേ പറ്റൂ. It comes into existence on 28th December 1953. 1953 ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കി മാറ്റുന്നത് 56-ലാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി മീൻസ് ഗവൺമെന്റ് ഒരു ആക്ട് പാസ്സാക്കിയിട്ട് അതിനെ നിയമപരമായിട്ടുള്ള ഒരു ബോഡി, ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ട് പ്രകാരം നിയമം പ്രകാരം ക്രിയേറ്റ് ചെയ്ത ബോഡിയാക്കി മാറ്റുന്നത് 1956-ലാണ്. For coordination, determination and maintenance of standards of teaching, examination and research in university education. University education ന്റെ better coordination ചെയ്യുക, determination, maintenance of standards of teaching, education, examination, research. ഇതെല്ലാം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓവർസീ ചെയ്യാനുള്ള അധികാരം UGCക്കാണ്. Then the head office of UGC is located at New Delhi. That is not relevant. എന്തായാലും ചോദിക്കില്ല. Next, National Academic Depository NAD. National Academic Depository എന്ന് പറയുന്നത് ആക്ച്വലി 24/7 ഓൺലൈൻ സ്റ്റോർ ആണ്. ലൈക്ക് നമുക്ക് അവാർഡ്സ് ഒക്കെ, അതായത് അക്കാഡമിക് അവാർഡ്സ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാവുന്ന, ഇപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇല്ലേ നമ്മളുടെ, ഇപ്പോൾ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാകും, മാർക്ക് ഷീറ്റ്സ് ഉണ്ടാകും. ഇതെല്ലാം സ്റ്റോർ ചെയ്യാവുന്ന ഒരു ഓൺലൈൻ ഡെപ്പോസിറ്ററി ആണ്. നമുക്കത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ
ഈസി ആക്സസിബിലിറ്റി ഉണ്ട്, നഷ്ടപ്പെടുന്നുള്ള പേടി വേണ്ട. അതുകൂടാതെ ക്രോസ് ചെക്കിംഗ്, ജെന്യൂനിറ്റി എൻഷുർ ചെയ്യാൻ സാധിക്കും. ജെനുവിൻ ഡോക്യുമെന്റ് ആണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെയാണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺലൈൻ വഴി ഇനി നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോൾ സർട്ടിഫിക്കേഷൻ മൊത്തം ഓൺലൈൻ വഴിയാകുമ്പോൾ സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഇനി പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ വഴിയാണ്. അങ്ങനെ ആകുമ്പോൾ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററിക്ക് ഒരു മേജർ റോൾ പ്ലേ ചെയ്യാനുണ്ടാവും. സോ duly digitalized and logged by academic boards, institutions, എലിജിബിലി അസസ്മെന്റ് ബോഡീസ്. ഇതിന്റെ ബേസിക് തിങ് എന്ന് പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ഒക്കെ അവരത് ഡിജിറ്റലൈസ് ചെയ്ത് അക്കാഡമിക് ഡെപ്പോസിറ്ററിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ആ ഒരു നമ്പറിൽ വന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഇപ്പൊ സർട്ടിഫിക്കറ്റ് നമ്പർ ഉണ്ടാവില്ല, ആ നമ്പറിൽ വന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ്, ഏതാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പെട്ടെന്ന് ക്രോസ് മാച്ച് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്രോഡ് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. Then National Academic Depository comprises of two interpolable digital depositories, that is NSDL Database Management Limited and CSDL Ventures Limited. That is not relevant. എന്താണ് നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി എന്ന് മാത്രം മനസ്സിലാക്കി വെക്കണം കേട്ടോ. അടുത്തത് ഇ-സനത്ത്. ഇ-സനത്ത് is a project aimed at online submission of and verification of documents with ultimate object to extend contactless, cashless and faceless and paperless documentation attestation service. അതായത് ഈ സനത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം ഓൺലൈനിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു. ആ ഓൺലൈനിൽ നിന്നും വെരിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ സനത്ത്. ഈ സനത്ത് നേരത്തെ ഓൺലൈൻ വെരിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ സനത്ത് NADയുടെ പാർട്ടാണ്. NADയിൽ തന്നെ ലയിപ്പിച്ചു. സോ NAD തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഈ സനത് എന്ന് പറയുന്ന പോർട്ടൽ വർക്ക് ചെയ്തിരുന്നത് ഒരു ഡിജിറ്റൽ അറ്റസ്റ്റേഷൻ പോർട്ടലായിട്ടാണ്. അറ്റസ്റ്റ് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ ഡിജിറ്റലി അറ്റസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റലി അതിന് വാല്യൂ ആയി. സോ അതേ ആക്ട് ആണ് NAD ചെയ്യുന്നത്. സോ NAD വരുന്നതോടുകൂടി ഈ സനദിന് റെലവൻസ് ഇല്ലാതെ. So let's ഒന്നുകൂടി ചെക്ക് ചെയ്യാം. E-Sanad is a project aimed at online submission and verification of documents with ultimate object to extend contactless, cashless, faceless and paperless document attestation service. So attest ചെയ്യാന്ന് പറയുന്നത് റെലവെന്റ് ആണ്. ബിക്കോസ് ആ ഡോക്യുമെന്റ് ഒതന്റിസിറ്റി, ജെന്യൂനിറ്റി മനസ്സിലാക്കണമെങ്കിൽ അറ്റസ്റ്റേഷൻ വേണം. ഈ അറ്റസ്റ്റേഷൻ ഓൺലൈൻ വഴി ചെയ്യുന്ന ഒരു പ്രവൃത്തി. ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താ? പൈസ മേടിച്ചിട്ടല്ല അറ്റസ്റ്റ് ചെയ്യുന്നത് ഉറപ്പാക്കാൻ പറ്റും, ഫസ്റ്റ് തിങ്. അതേപോലെ ആളെ കണ്ടിട്ടല്ല അറ്റസ്റ്റ് ചെയ്യുന്നത്, ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്തിട്ട് മാത്രമാണ്. ഇതൊക്കെയാണ് ഈ സനത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. യൂസിങ് ഇറ്റ് എനി ടൈപ്പ് ഓഫ് ഡോക്യുമെന്റ് that may be personal, educational or commercial can be authenticated and apostilled. സോ ഇതെല്ലാം വെരിഫൈ ചെയ്യുക, ഓതന്റിക് ഡോക്യുമെന്റ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സനദിന്റെ പർപ്പസ്. ദി പ്രൊജക്ട് വാസ് ഡിസൈൻഡ് and being implemented by National Information Center in coordination with the CBSE, state and union territories and Ministry of External Affairs in a phased manner. ബിക്കോസ് ഈ സനത് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് പ്രോഗ്രാം ആയിട്ടായിരുന്നു ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്. പിന്നീട് NAD വരുന്നതോടുകൂടി ഈ സനത് NADയുടെ പാർട്ടായി മാറി. സോ ഓൺലൈൻ വെരിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ്സ് ക്യാൻ ബി ഡൺ ഇൻ NAD സെൽഫ്. നാഷണൽ ഡിജിറ്റൽ ഡെപ്പോസിറ്ററി തന്നെ അത് നടക്കും. പിന്നെ നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി തന്നെ അത് നടക്കും. പിന്നെ ഈ സനദിന് യാതൊരു സ്കോപ്പും ഇല്ല. ഓക്കെ, സോ ഇത്രയും നമ്മൾ ഇതുവരെ പറഞ്ഞ സ്കീംസിൽ ഏതെങ്കിലും ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാം. ഉച്ചതർ ആവിഷ്കാർ യോജന, ദെൻ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ്, സ്വയംപ്രഭ, UGC പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അത് we will discuss in a later stage. National Academic Depository and E-Sanat. Any doubts? Okay, let's move on. TEQIP മുമ്പ് ചോദിച്ചിട്ടുണ്ട്. TEQIP എന്താണ്? ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഇതൊരു പഴയ പ്രോഗ്രാമാണ്. 2002 implement ചെയ്തതാണ് by Ministry of Human Resource and Development. The project commenced with the World Bank assistance to Government of India to launch TQIP as a long-term program of
10 to 12 years to be implemented in a phased manner in 2 to 3 phases. So TQIP എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ആണ്. അതാണ് പ്രധാനമായിട്ട് എയിം ചെയ്യുന്നത്. സോ 10-12 വർഷത്തെ ഒരു സ്റ്റേജിൽ പല സ്റ്റേജുകളായിട്ട് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്. ഇത്രയും നാളുകൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ദി പ്രോഗ്രാം എയിംസ് ടു ഓവറോൾ the quality of technical education in low income states and special category states. ഇന്ത്യയിലെ ലോ ഇൻകം സ്റ്റേറ്റ്സിലും അതേപോലെ സ്പെഷ്യൽ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്സിലും, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതാണ്, അവർക്ക് ഈ തരത്തിലുള്ള പ്രോഗ്രാംസ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ വീഴ്ച വരുന്നില്ല, അവിടെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക് എയിം എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ലോ ഇൻകം സ്റ്റേറ്റ്സിൽ സഫീഷ്യന്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ക്വാളിറ്റി നഷ്ടമാവുന്നില്ല എന്ന് ഉറപ്പാക്കലാണ് ഇതിന്റെ എയിം. അടുത്ത സ്കീമിലേക്ക് പോകുന്നു. പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്. ഓക്കെ, ഇതിന്റെ ആ ഒരു ഷോർട്ട് കീ ചോദിച്ചിട്ട് അതിന്റെ എലാബറേഷൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. PMM പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്. അതാണ് സ്കീം. The scheme was launched in March 2015 by the Ministry of Human Resource Development. Under the scheme, government will set up 50 centers of excellence for curriculum and pedagogy with a necessary emphasis on maths and science. So basically, ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയാണ്? മാത്സ് സയൻസ് സബ്ജക്റ്റുകളിൽ ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക. അതിനുവേണ്ടി ഇന്ത്യയിൽ മൊത്തമായിട്ട് 50 സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ 50 സെന്റേഴ്സിൽ എങ്ങനെയാണ് ടീച്ചിങ് സ്റ്റൈൽ, ടീച്ചിങ് പെഡഗോഗി എങ്ങനെയായിരിക്കണം, അതേപോലെ കരിക്കുലം എങ്ങനെയായിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ബേസിക് എയിം. സോ ദാറ്റ് ഈസ് ദി സ്കീം പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയ നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിങ്. Next scheme, Campus Connect. Under this program, 21,000 colleges and 20 classrooms in each college will be made Wi-Fi enabled. അതാണ് ക്യാമ്പസ് കണക്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞത്. 21,000 കോളേജുകളിൽ, ഇന്ത്യയിലുള്ള 21,000 കോളേജുകളിൽ ഓരോ കോളേജിലും 20 ക്ലാസ് റൂമുകളിൽ വൈഫൈ എനേബിൾഡ് ക്ലാസ് റൂം ആക്കി മാറ്റുക എന്നുള്ളതാണ് ക്യാമ്പസ് കണക്ട് പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടോട്ടലി 4.2 lakh classrooms will be made Wi-Fi enabled, and this will help around 1.5 crore students. Students will given access only to those websites which are academically relevant. So ഇതൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതനുസരിച്ച് 21,000 കോളേജുകളിൽ ഓരോ കോളേജുകളിലും 20 ക്ലാസ് റൂമുകൾ വെച്ച് വൈഫൈ എനേബിൾഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ക്യാമ്പസ് കണക്ട്. അതുകൂടാതെ യൂണിവേഴ്സിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ 600 യൂണിവേഴ്സിറ്റീസിലും 1 GB ബാൻഡ് വിഡ്ത്ത് വരുന്ന വൈഫൈ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യാം. ഇതും അതിന്റെ പാർട്ടായിട്ട് വരുന്നുണ്ട്. ഓക്കെ, എനിവേ കോളേജിലും യൂണിവേഴ്സിറ്റീസിലും വൈഫൈ കണക്ടിവിറ്റി എത്തിക്കുക എന്നുള്ളതാണ് ക്യാമ്പസ് കണക്ട് പ്രോഗ്രാമിന്റെ ലക്ഷ്യം. Then this mission is very very important. ICT അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ICT ഇനി പഠിക്കുമ്പോൾ അതിനകത്ത് വരും. So National Mission on Education through Information and Communication Technology. നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അത് തന്നെ n നമ്പറാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പിന്നീട് നോക്കും. ഓൾറെഡി കണ്ടിട്ടുണ്ട്, നേരത്തെ ഓൾറെഡി ഉള്ള ബാച്ചുകാർ നേരത്തെ കണ്ടിട്ടുണ്ട്, പുതുതായിട്ട് വന്നവർ ഇനി അത് കാണുകയാണ് ചെയ്യുന്നത്. സോ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി aims to leverage the potential of information and communication technology in teaching and learning process. So ഇവരുടെ ബേസിക് പർപ്പസ് ഇത്രേ ഉള്ളൂ. ഈ മിഷൻ കൊണ്ട് എയിം ചെയ്യുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയെ ടീച്ചിങ്ങിലും ലേണിംഗിലും ഇൻക്ലൂഡ് ചെയ്യുക. സോ ICTയുടെ സപ്പോർട്ടോട് കൂടിയുള്ള ഒരു ലേണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടീച്ചിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICTയുടെ ബേസിക് എയിം. സോ the mission also aims to provide 20 broadband connections of 512 kbps over 25,000 colleges and 2,000 polytechnics, and optical fiber connectivity of 1 Gbps to
419 യൂണിവേഴ്സിറ്റീസ്. നേരത്തെ പറഞ്ഞ അതേ പർപ്പസ് നമ്മൾ ക്യാമ്പസ് കണക്റ്റീവ് പറഞ്ഞില്ലേ, ക്യാമ്പസ് കണക്റ്റീവ് പറഞ്ഞ അതേ ആക്ട് അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് ICTയും എഡ്യൂക്കേഷനും തമ്മിൽ മിക്സ് ചെയ്യിപ്പിക്കുക. ICTയുടെ റെലവൻസ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക, എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സപ്പോർട്ടോട് കൂടി ആക്കി മാറ്റുക. ഓക്കെ, ഇത്രയും സ്കീംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതെങ്കിലും സ്കീംസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏരിയയിൽ നിന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഒരു ക്വസ്റ്റ്യൻ വരും. സോ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിംഗ് ഫ്രെയിംവർക്ക്, ഇംപ്രിന്റ്, ഉച്ചതർ ആവിഷ്കാർ യോജന, ഗ്യാൻ, സ്വയംപ്രഭ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, നാഷണൽ അക്കാഡമിക് ഡെപ്പോസിറ്ററി, ഇ-സനത്, Pandit Madan Mohan Malaviya National Mission on Teaching and Teachers, Campus Connect, and finally National Mission on Education through ICT. ക്ലിയർ ആണോ? ഫസ്റ്റ് ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരു ക്വസ്റ്റ്യനിൽ നിന്നുമാണ് നമ്മൾ ഇത്രയും ഏരിയ ഡിസ്കസ് ചെയ്തത്. ഏതെങ്കിലും പോയിന്റ്, ഏതെങ്കിലും സ്കീമിൽ കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടോ? Okay, so let's move on. Next question. The National Knowledge Commission was established in which year? ഒരു ആ ഇയർ എന്ന് പറയുന്നത് മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നിരുന്നത്. ഇപ്പോൾ റീസെന്റ് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊന്നും ഇങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ല. ഇയർ ചോദിക്കുന്ന പരിപാടി ഏകദേശം UGC നിർത്തിയിട്ടുണ്ട്. ബിക്കോസ് നാഷണൽ ലെവലിലുള്ള ഒരു എക്സാമിനും ഇപ്പോൾ ഇയർ ചോദിക്കുന്നില്ല. ഇയർ എന്ന് പറയുന്നത് അത്ര റെലവെന്റ് ആക്കി എടുക്കുന്നില്ല, അതുകൊണ്ടാണ്. സോ എനിവേ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് നാഷണൽ നോളജ് കമ്മീഷനെ പറ്റി രണ്ട് കാര്യങ്ങൾ. നാഷണൽ നോളജ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2005-ലാണ്. ദിസ് commission was constituted by Prime Minister Dr. Manmohan Singh. The main aim is to recommend different educational reforms that can be implemented to make the work more efficient and transparent. Education സെക്ടറുമായി ബന്ധപ്പെട്ട് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പുതിയ റിഫോംസ് സജസ്റ്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക തുടങ്ങിയതാണ് നാഷണൽ നോളജ് കമ്മീഷന്റെ പർപ്പസ്. ഓക്കെ, സോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2005-ലാണ്. പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുക. റെക്കമെൻഡ് ഡിഫറെന്റ് എഡ്യൂക്കേഷണൽ റിഫോംസ് ഇൻ ദി ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ഓക്കെ, മൂവിങ് ഓൺ. സോ നാഷണൽ നോളജ് കമ്മീഷനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതേ രീതിയിൽ വന്നിട്ടുള്ള ഡിഫറെന്റ് കമ്മീഷൻസ് അതെ, ആ കമ്മീഷൻസ് എല്ലാം നമ്മൾ നോക്കുന്നു. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. 1854-ലെ വുഡ്സ് ഡിസ്പാച്ച്, ചാൾസ് വുഡ്സ് ഡിസ്പാച്ച് ആണ്. Wood's dispatch proposed several recommendations in order to improve system of education. So, ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ടൈമിൽ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ റൂൾ ചെയ്യുന്ന ടൈമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ റൂൾ ചെയ്യുമ്പോൾ 1853-ൽ എഡ്യൂക്കേഷണൽ റിഫോംസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നു. 1833 തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ആക്ട് പ്രകാരം. അത് കൂടുതൽ ഏരിയയിലേക്ക് വൈഡ് ചെയ്യുന്നത് 1853-ലാണ്. ബിക്കോസ് അവർക്ക് അവരുടെ സിവിൽ സർവീസിലേക്ക്, അതായത് ഇന്ത്യൻ സിവിൽ സർവീസ് ക്രിയേറ്റ് ചെയ്യുകയും ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് ആളെ കണ്ടെത്താൻ വേണ്ടി കുറച്ചും കൂടി ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആവശ്യമായിരുന്നു. അത്തരത്തിൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റിഫോം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വുഡ്സ് ഡിസ്പാച്ച് 1854-ൽ പാസ്സാക്കുന്നത്. ഓക്കെ, സോ ബേസിക് എയിം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ മാറ്റങ്ങൾ വരുത്തുക, ഇംപ്രൂവ് ചെയ്യുക. അക്കോർഡിംഗ് ടു ദി റെക്കമെൻഡേഷൻ, ഇറ്റ് വാസ് ഡിക്ലെയർഡ് ദാറ്റ് എയിം ഓഫ് ഗവൺമെന്റ്സ് പോളിസി വാസ് ടു പ്രൊമോട്ട് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ. സോ ഏത് കമ്മീഷന്റെ സജഷനിലാണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യലാണ് ഗവൺമെന്റ് പോളിസി എന്ന് റെക്കമെൻഡ് ചെയ്തത് എന്ന് പറയുകയാണെങ്കിൽ അത് വുഡ്സ് ഡിസ്പാച്ച് ആണ്. ഇൻ ഹിസ് ഡിസ്പാച്ച് he emphasized on the education of art, science, philosophy and literature of Europe. European art, European science, European philosophy and European literature, അതിലുള്ള എഡ്യൂക്കേഷൻ ഇന്ത്യൻസിന് പ്രൊവൈഡ് ചെയ്യണം എന്നും വുഡ്സ് ഡിസ്പാച്ചിൽ പറഞ്ഞിട്ടുണ്ട്. Then in short, the propagation of European knowledge was the motto of Woods dispatch. ഏത് യൂറോപ്യൻ നോളജ് പ്രൊപ്പഗേഷൻ ബേസിക് എയിം ആയിട്ട് വെച്ചിട്ടുള്ളത് ഏത് റിപ്പോർട്ടിലാണ് എന്ന് ചോദിച്ചാലും വുഡ്സ് ഡിസ്പാച്ച്.
Okay. Then according to dispatch, in higher education, chief medium of instruction must be in English. English education ആയിരിക്കണം, ഇംഗ്ലീഷിലായിരിക്കണം എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നും വുഡ്സ് ഡിസ്പാച്ച് പറയുന്നുണ്ട്. So I think that will be enough. സോ വുഡ്സ് ഡിസ്പാച്ചിനെ പറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ വായിച്ചു നോക്കണം നിങ്ങൾ. ഇവിടെ ഞാൻ പറഞ്ഞ പോയിന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ടത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി 1854 പാസ്സാക്കിയ ആക്ട് അല്ല, ദാറ്റ് ഇസ് എ റെക്കമെൻഡേഷൻ, കമ്മീഷൻ സജഷൻസ് ആണ് വുഡ്സിന്റെ. അതാണ് വുഡ്സ് ഡിസ്പാച്ച് എന്നറിയപ്പെടുന്നത് 1854. ഓക്കെ. ആൻഡ് ഇത് പ്രകാരം യൂറോപ്യൻ നോളജിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുക, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക, ദെൻ യൂറോപ്യൻ ആർട്ട്, യൂറോപ്യൻ സയൻസ്, യൂറോപ്യൻ ഫിലോസഫി, യൂറോപ്യൻ ലിറ്ററേച്ചർ തുടങ്ങിയവയിലായിരിക്കണം കൂടുതൽ എംഫസൈസസ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് വുഡ്സ് ഡിസ്പാച്ച് റെക്കമെൻഡ് ചെയ്തത്. മൂവിങ് ഓൺ. ഹണ്ടർ കമ്മീഷൻ, അടുത്ത സജഷൻ ആണ് ഹണ്ടർ കമ്മീഷൻ 1882 പ്രൊവൈഡ് ചെയ്യുന്നത്. ഹണ്ടർ എഡ്യൂക്കേഷൻ കമ്മീഷൻ was a landmark commission appointed by Viceroy Lord Ripon with the objective to look into the complaints of non-implementation of Woods Dispatch 1854, the contemporary status of elementary education in British territories, and suggest the means by which it can be extended and improved. So, Hunter Commission chairperson William ജോൺസൺ ഹണ്ടർ ആയിരുന്നു. ആൻഡ് ഇതിന്റെ ബേസിക് എയിം എന്ന് പറയുന്നത് വുഡ്സ് ഡിസ്പാച്ചിലെ റെക്കമെൻഡേഷൻസ് എന്തുകൊണ്ട് അതേ രീതിയിൽ നടത്തുന്നില്ല എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയാണ് ഹണ്ടർ കമ്മീഷൻ അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ദെൻ ഹണ്ടർ കമ്മീഷൻ നമ്മളെ സംബന്ധിച്ച് അത്ര റെലവന്റ് അല്ല, പക്ഷെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് കേട്ടോ. നമ്മളെ സംബന്ധിച്ച് അത്ര റെലവന്റ് അല്ല എന്ന് പറയാനുള്ള കാരണം പ്രധാനമായിട്ടും ഹണ്ടർ കമ്മീഷൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് എലമെന്ററി എഡ്യൂക്കേഷനിലാണ്, ഹയർ എഡ്യൂക്കേഷനിലല്ല. സോ എലമെന്ററി എഡ്യൂക്കേഷനിലാണ് എന്നുള്ളത് വളരെ 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 സിഗ്നിഫിക്കന്റ് ആണ്. ഓക്കെ. മൂവിങ് ഓൺ. റാലിഫ് കമ്മീഷൻ, സർ റാലിഫ് കമ്മീഷൻ 1902. Ralph Commission was appointed under the presidency of Sir Thomas Ralph 1902 to inquire into the conditions and prospects of universities in India. So എന്താണ് പർപ്പസ്? ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിന്റെ വർക്കിംഗ്, ഇന്ത്യയിലെ നിലവിലുള്ള യൂണിവേഴ്സിറ്റീസിന്റെ വർക്കിംഗ് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. അത് പ്രകാരമാണ് പിന്നീട് ആദ്യത്തെ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കുന്നത്. ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് യൂണിവേഴ്സിറ്റീസ് ആക്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് പാസ്സാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാലിഫ് കമ്മീഷൻ ആണ് 1902. അത് പ്രകാരം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് 1904 പാസ്സാക്കി. ഓക്കെ. സോ ഇതുവരെ പറഞ്ഞ കമ്മീഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നാഷണൽ നോളജ് കമ്മീഷൻ ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്ന്. ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ 2005 ഉള്ള ഒരു കമ്മീഷൻ. അതിനു മുമ്പ് അതിന്റെ ഒരു ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ വുഡ്സ് ഡിസ്പാച്ച് 1854 ആദ്യത്തെ റെക്കമെൻഡേഷൻസ് വരുന്നു. ദെൻ ഹണ്ടർ കമ്മീഷൻ 1882. എന്തുകൊണ്ട് വുഡ്സ് ഡിസ്പാച്ച് പ്രകാരമുള്ള കാര്യങ്ങൾ നടത്തിയില്ല എന്നുള്ളതായിരുന്നു ബേസിക് ക്വസ്റ്റ്യൻ. ആൻഡ് ഇൻ അഡീഷൻ ടു ദാറ്റ് എലമെന്ററി എഡ്യൂക്കേഷനിലാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. പിന്നെ റാലിഫ് കമ്മീഷൻ ആണ് നമ്മൾ പറഞ്ഞത്. റാലിഫ് കമ്മീഷൻ 1902 അവരുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് യൂണിവേഴ്സിറ്റീസിനെ പറ്റി പഠിക്കാനാണ്, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിന്റെ സ്ട്രക്ചറും അവയ്ക്കൊരു കോമൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കോമൺ ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് റാലിഫ് കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. റാലിഫ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻസ് പ്രകാരം 1904 ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് പാസ്സാക്കുന്നു. ദെൻ 1917 അടുത്ത കമ്മീഷൻ വരുന്നു, സാഡ്ലർ കമ്മീഷൻ. 1917 the Calcutta University Commission or Sadler Commission was appointed by the Government of India under the chairman of Michael Sadler, Vice Chancellor of the University of Leeds. കൽക്കട്ട യൂണിവേഴ്സിറ്റിയിലെ സിറ്റുവേഷൻസ് പഠിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൽക്കട്ട സിറ്റിയെ പറ്റി പഠിക്കാനും അവരുടെ ഫ്രെയിംവർക്കിൽ മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യാനുമാണ് പ്രധാനമായിട്ടും ഈ ഒരു കമ്മീഷൻ രൂപീകരിച്ചത്. All the teaching resources in the city of Calcutta should be organized so that the Calcutta University may become entirely a teaching university എന്നുള്ളതാണ് ഇവരുടെ സജഷൻ. A separate teaching and residential university be established at Dhaka. So ഈ ഒരു സാഡ്ലർ കമ്മീഷൻ റെക്കമെൻഡേഷനിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് കൽക്കട്ട യൂണിവേഴ്സിറ്റിയാണ്.
സാർലർ കമ്മീഷൻ റെക്കമെൻഡേഷൻ കൽക്കട്ട യൂണിവേഴ്സിറ്റിയുടെ വർക്കിംഗുമായി ബന്ധപ്പെട്ടാണ് പഠിച്ചത്. കൽക്കട്ട യൂണിവേഴ്സിറ്റിയെ മൊത്തമായിട്ടൊരു ടീച്ചിങ് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുക, റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി അല്ല, ടീച്ചിങ് യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ റെക്കമെൻഡേഷൻ പ്രകാരം വന്നത്. അതുകൂടാതെ ധാക്കയിൽ ടീച്ചിങ് കം റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും സാർലർ കമ്മീഷന്റെ റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്നുണ്ട്. നെക്സ്റ്റ് 1929 ഹാർട്ടോ കമ്മീഷൻ ഫിലിപ്പ് ഹാർട്ടോഗ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ബേസിക് എയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എഡ്യൂക്കേഷന്റെ ഗ്രോത്തിനെ പറ്റി ഒരു സർവേ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ കമ്മീഷന്റെ എയിം. സോ അവരുടെ ബേസിക് എയിം നോക്കുകയാണെങ്കിൽ ടു സർവേ ദി ഗ്രോത്ത് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. So, had devoted more attention to the mass education than secondary and university education. So, ഇവരും കോൺസെൻട്രേറ്റ് ചെയ്ത് എലമെന്ററി ആൻഡ് ബേസിക് ലെവൽ എഡ്യൂക്കേഷനിലാണ്, അല്ലാതെ സെക്കൻഡറി ആൻഡ് ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. സോ ഹാർട്ടോ കമ്മീഷൻ ആയാലും ഇവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എലമെന്ററി എഡ്യൂക്കേഷൻ ആണെന്ന് ഓർത്തേക്കണം. ഹാർട്ടോ കമ്മീഷൻ ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഹാർട്ടോ കമ്മീഷൻ ഉണ്ടായിരുന്നു. ദെൻ അടുത്തത് 1944 സർജൻ പ്ലാൻ ആണ്. Surgeon plan of education came after Sir John Surgeon was given the task of preparing a comprehensive scheme for education in 1944. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ പറയുകയാണെങ്കിൽ സർജന്റ് ആണ്, അദ്ദേഹമാണ് ഈ ഒരു കോംപ്രിഹെൻസീവ് സ്കീം ഫോർ എഡ്യൂക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് ബേസിക് ലെവൽ തൊട്ട് ഹയർ എഡ്യൂക്കേഷൻ വരെയുള്ള ഡിഫറെന്റ് ലെവലിൽ ഒരു പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ പുതിയ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നില്ലേ, അതേ രീതിയിൽ ഒരു റീഫ്രെയിം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിനെ ഒരു കമ്മീഷൻ എന്നുള്ള രീതിയിൽ അപ്പോയിന്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ പ്രകാരം പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ 3 മുതൽ 6 വയസ്സ് വരെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ ആയിരിക്കണം. ദെൻ 6 മുതൽ 11 വയസ്സ് വരെ ജൂനിയർ ലെവൽ, അത് ഫ്രീ ആയിരിക്കണം. ദെൻ ഫ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ or basic education for all children between 6 to 11 age എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ. ദെൻ 11 തൊട്ട് 14 വരെയുള്ളത് സീനിയർ ബേസിക് എഡ്യൂക്കേഷൻ ആണ്. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, ഹൈസ്കൂൾ ആയിട്ട് എഡ്യൂക്കേഷന്റെ ഏജ് ഗ്രൂപ്പ് പറയുന്നത് 11 to 17 ആണ്. എനിവേ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെ സീനിയർ ലെവൽ, 6 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ജൂനിയർ ലെവൽ. ദെൻ പ്രീ ലെവൽ, അതായത് നമ്മൾ കിൻഡർ ഗാർഡൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രീ പ്രൈമറി ലെവലിലാണ്, അല്ലെങ്കിൽ LKG ലെവൽ, UKG ലെവൽ അതൊക്കെ പറയില്ലേ, അതേ രീതിയിലാണ് 3 to 6 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഡിവൈഡ് ചെയ്തത്. അത്തരത്തിലൊരു സിസ്റ്റമാണ് ഇവർ സജസ്റ്റ് ചെയ്തത്. ഓക്കെ, ദാറ്റ് വാസ് അബൌട്ട് സർജൻ പ്ലാൻ. പിന്നീട് ഇൻഡിപെൻഡൻസിന് ശേഷം 1948 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ക്രിയേറ്റ് ചെയ്തു. The first and foremost commission to be appointed in independent India was the University Education Commission of 1948. ഇന്ത്യയിലെ ഇൻഡിപെൻഡൻസിന് ശേഷം ആദ്യമായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ട കമ്മീഷനാണ്. ഇതിന്റെ ചെയർമാൻഷിപ്പ് ഡോക്ടർ S. രാധാകൃഷ്ണൻ ആയിരുന്നു. Basic purpose is to report the status of Indian university education and suggest improvement and extensions that would be desirable to suit the then and future requirements of the nation. നമ്മുടെ രാജ്യത്തിന്റെ അന്നത്തെയും അതേപോലെ ഇനി ഫ്യൂച്ചറിലേക്കുള്ള റിക്വയർമെന്റ് അനുസരിച്ച് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ആ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനെ പറ്റി പഠിച്ച് അതിൽ വേണ്ട മാറ്റങ്ങൾ സജസ്റ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത കമ്മീഷൻ ആയിരുന്നു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അതിന്റെ ചെയർപേഴ്സൺ S. രാധാകൃഷ്ണൻ ആയിരുന്നു. 1952-53 അടുത്ത കമ്മീഷൻ വരുന്നു, മുതലിയാർ കമ്മീഷൻ. The recommendations of Mudaliar Commission occupy a very significant place in the development of secondary education in independent India. It emphasized the need for training Indians in the democratic way of life. Some reforms were introduced in the education system of the country based on the reports and recommendations. For example, the introduction of higher secondary scheme along with a 3-year degree course and the opening of more and more vocational and technical schools and colleges. So higher secondary scheme ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു
പ്രോഗ്രാം ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരമാണ്. സോ എന്തൊക്കെ റെക്കമെൻഡേഷൻ വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ഹയർ സെക്കൻഡറി സ്കീം സിസ്റ്റം, then 3-year degree course and opening of more and more vocational and technical schools. Education became the responsibility of both state and central government. അങ്ങോട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കമെൻഡേഷൻ ആണ് എന്നും മുതലിയാർ കമ്മീഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടുള്ള കമ്മീഷൻ ആയിരുന്നു 1964 ക്രിയേറ്റ് ചെയ്തു, 66 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു, കോത്താരി കമ്മീഷൻ. Mudaliar Commission was followed by the appointment of Indian Education Commission under chairmanship of D.S. Kothari, popularly known as Kothari Commission. It was entrusted with the task of dealing with all aspects and sectors of education and to advise the government on evolution of national system of education. ഇന്ത്യയിലുള്ള എല്ലാ മൊത്തം എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പഠിക്കുക, അതിനുശേഷം ഒരു നാഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു കോത്താരി കമ്മീഷന്റെ എയിം. ഇതുവരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തമായിട്ട് പഠിച്ചിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ള രീതിയിൽ പുതിയൊരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. അതിനുവേണ്ടിയാണ് കോത്താരി കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഇൻ അക്കോർഡൻസ് വിത്ത് ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദി കമ്മീഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വിച്ച് വാസ് ഫോംഡ് ഇൻ 1968. അതായത് കോത്താരി റെക്കമെൻഡേഷൻസ് പ്രകാരമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്യുന്നത്. ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെവലപ്മെന്റ് ഇൻ ഇംപ്രൂവിംഗ് ദി എഡ്യൂക്കേഷൻ സെക്ടർ came with the national education policy in 1968. It drew out the prospects of education to all sections of society and to accomplish the goal of harmony and integration. So എല്ലാ റീജിയൻസിലേക്കും സെക്കൻഡറി സ്കൂൾസും അതേപോലെ ഇന്ത്യ മൊത്തം ഓരോ ഏരിയയിലും സ്കൂളുകൾ ഡെവലപ്പ് ചെയ്യണം, എല്ലാവർക്കും പഠനം എത്തണം, അതൊരു സ്റ്റേറ്റിന്റെ യൂണിയന്റെയും സ്റ്റേറ്റിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്നൊക്കെയുള്ള രീതിയിലേക്ക് മാറാനുള്ള പ്രധാന റീസണും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിരുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഏത് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോത്താരി കമ്മീഷനാണ്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു. അത് 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 stressed on the provisions for fellowship of poor, impacting adult education, or reorientation of the whole system to promote gender equality, recruiting teachers from oppressed group. So economically weaker സെക്ഷൻസിൽ നിന്നും അല്ലെങ്കിൽ സോഷ്യലി വീക്കർ സെക്ഷൻസിൽ നിന്നും കൂടുതൽ ആൾക്കാരെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. അത് ടീച്ചേഴ്സ് ആയിട്ടാകാം, സ്റ്റുഡൻസ് ആയിട്ടാകാം, അങ്ങനെ ഫെലോഷിപ്പ് കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. സോ ഒപ്രസ്ഡ് ഗ്രൂപ്പിന്റെ, അത് ബേസിക്കലി റിലീജിയസ് ആകാം, കാസ്റ്റ് ആകാം, അല്ലെങ്കിൽ ഇക്കണോമിക്കലി ആകാം, ഒപ്രസ്ഡ് ഗ്രൂപ്പിന്റെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത പോളിസിയാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഓക്കെ, അവർ ടാർഗറ്റ് ചെയ്തിരുന്നത് ലിറ്ററസി റേറ്റ് കൂട്ടുക, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് കൂടുതൽ എൻറോൾമെന്റ് കൊണ്ടുവരിക, കൂടുതൽ ആൾക്കാർ സിസ്റ്റത്തിലേക്ക് വരണം, കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കണം, അങ്ങനെ ലിറ്ററസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബേസിക് എയിം. ഓക്കെ, ഇതെല്ലാം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 ഭാഗമായിട്ട് ഒന്ന് വായിച്ചു നോക്കിയേക്കണം. ദെൻ അതിനുശേഷം ആ ഒരു പോളിസി, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 അത് റിവ്യൂ ചെയ്യാൻ വേണ്ടി 1990 ക്രിയേറ്റ് ചെയ്ത ബോഡിയാണ്. ആചാര്യ രാമമൂർത്തി ആയിരുന്നു അതിന്റെ ചെയർപേഴ്സൺ. ദി കമ്മിറ്റി റിപ്പോർട്ട്സ് ബിയേഴ്സ് ദി ടൈറ്റിൽ ടുവേർഡ്സ് ആൻ എൻലൈറ്റൻഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. ഇത് മാത്രം ഓർത്താൽ മതി. ഏത് എഡ്യൂക്കേഷൻ റിപ്പോർട്ടിന്റെ ടൈറ്റിൽ ആയിരുന്നു ടുവേർഡ്സ് ആൻ എൻലൈറ്റൻഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയാണ്. ഓക്കെ, അത്രയുമാണ് ഡിഫറെന്റ് കമ്മിറ്റീസിനെ പറ്റി. ഇനി UGC ആണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇതുവരെ പറഞ്ഞതിൽ? ഇന്ന് നിങ്ങൾ വായിച്ചു നോക്കേണ്ടതും ഈ 2 ടോപ്പിക്സ് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ഡിഫറെന്റ് പോളിസീസിനെ പറ്റി പറഞ്ഞു, ഡിഫറെന്റ് പ്രോഗ്രാംസിനെ പറ്റി പറഞ്ഞു. രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ കമ്മീഷൻസിനെ പറ്റിയാണ്, കമ്മീഷൻസ് ആൻഡ് കമ്മിറ്റീസ്.
ഈ രണ്ട് ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ. ഓക്കെ, നോക്കുക. ഇന്ന് ഇത്രയും ഏരിയാസ് ആണ് പറയുന്നത്. ഇതുവരെ പറഞ്ഞ ടോപ്പിക്സിൽ ഏതെങ്കിലും ഏരിയയിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. രാംമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ എഡ്യൂക്കേഷൻ പോളിസി ക്രിയേറ്റ് ചെയ്തു. എഡ്യൂക്കേഷൻ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 പാസ്സാക്കി. ഈ പോളിസി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, നിലവിലുള്ള പോളിസിയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ഒന്ന് റിവ്യൂ ചെയ്യുക. റിവ്യൂ ചെയ്തിട്ട് ഒരു ബെറ്റർ ഫ്രെയിംവർക്ക് സജസ്റ്റ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് രാംമൂർത്തി റിവ്യൂ കമ്മിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതും എഡ്യൂക്കേഷനിലുള്ള ഒരു കമ്മിറ്റിയാണ്. അവരുടെ റിപ്പോർട്ടിന്റെ ടൈറ്റിലിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. ടുവേർഡ്സ് ആൻ എൻലൈറ്റൻഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന റിപ്പോർട്ട് ഏത് കമ്മിറ്റിയുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാംമൂർത്തി റിവ്യൂ കമ്മിറ്റി ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എനി അതർ ഡൗട്ട്സ്? നെക്സ്റ്റ് ഡേ നമ്മൾ UGC പറ്റി സംസാരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് we may require 2 or 3 sessions. അതിനുള്ളിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഹയർ എഡ്യൂക്കേഷൻ അതോടുകൂടി ഞാനിപ്പോ തന്നെ ഷെയർ ചെയ്തേക്കാം. മുമ്പ് എന്നോട് വേറെ ഏതൊക്കെയോ നോട്ട്സ് ആരൊക്കെയോ ചോദിച്ചു, അതൊന്നും കൂടി എന്നോട് ചോദിക്കണേ. ലീഗൽ ആസ്പെക്ട് ഞാൻ ഇട്ടേക്കാം. വേറെ റിസർച്ച് കിട്ടിയായിരുന്നു, ഏതൊക്കെയാണെന്നൊന്ന് പോയിന്റ്സ് ഒന്ന് ഇട്ടാൽ മതി. ഏതൊക്കെയാണ് ഇടേണ്ടത് ഞാൻ ഇപ്പൊ തന്നെ അയച്ചുതരാം. അന്ന് ഞാൻ ഇതേപോലെ ഇപ്പൊ തന്നെ അയക്കാന്ന് പറഞ്ഞായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് അയക്കാം എന്തായാലും. പറയൂ. ഞാനിടാം. അത് വേറൊന്നുമല്ല, ഞാനത് കഴിഞ്ഞ ദിവസം ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ഒരാൾ റെസ്പോണ്ട് ചെയ്യുന്ന കണ്ടില്ലായിരുന്നു. അല്ല, ഞാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നോണ്ടിരിക്കുമ്പോൾ ഒരാൾ റെസ്പോണ്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തരുന്നത് വെറുതെ ആവുന്ന ഒരു ഫീൽ വരില്ലേ? സോ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, റെഗുലർ ബേസിൽ അറ്റംപ്റ്റ് ചെയ്തോണ്ട്. ഒരാൾ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു. ഓക്കെ, ഒരാൾ മാത്രം എനിക്ക് അയച്ചു തന്നു, ബാക്കി ഒരാളും അത് കണ്ട ഭാവം പോലും വെച്ചിട്ടില്ല. ഇപ്പോഴാ കിട്ടിയത്. ഞാൻ ഇന്ന് അയച്ചു തരാം എല്ലാവരുടെയും ഏതൊക്കെ നോട്ട്സ് ആണെന്നുള്ളത് ഒന്നിട്ടത്. ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം, മെയിൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ശരി, ഓക്കെ, താങ്ക് യു, ബൈ.